ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത വാവിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിന്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിനെ വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിന്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മടാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിൽ നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പം ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രന്റെ കൂടെ. അപ്പം ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3-ലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപന്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം ജലരാശിയായിട്ടുട്ടുള്ള 6ാം ഭാവത്ത് നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രന്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാവും എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചേർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാകും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്തുതന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. രേവതി നക്ഷത്രക്കാർക്ക് നോക്കുകയാണെങ്കിൽ വിഷുഫലത്തിൽ ഗുണമേന്മയുള്ള ഒരു സമയമാണ് കാണുന്നത്. അതായത് ഗുണമേന്മ ഏതൊക്കെ ലെവലിൽ വരുമ്പോൾ പറഞ്ഞാൽ തൊഴിൽ പുരോഗതി ഉണ്ടാവും, ഭവന നിർമ്മാണത്തിന് മേൽനോട്ടമുണ്ടാവും, ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം തുടങ്ങും, കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങളുണ്ടാവും, ധനസാധ്യതയുണ്ട്, ധനവരുമാനം വർധന ഉണ്ടാവും, തൊഴിൽ വിജയം ഉണ്ടാവും, പുതിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കുവാനും അതിൽ വിജയസാധ്യത കരസ്ഥമാക്കാനും, എഴുത്തുകുത്ത് പരീക്ഷകളിൽ വിജയസാധ്യത, ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണമേന്മ, എത്തേണ്ട സ്ഥാനത്ത് എത്തുക, അംഗീകരിക്കപ്പെടേണ്ട അംഗീകാരം കിട്ടുക എന്നിവയെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നടന്നു വരുവാനുള്ള സാധ്യത, ചിരകാലപരമായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലീകരിക്കുക, പുതിയ മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുക, പുതിയ വരുമാനത്തെപ്പറ്റി ചിന്തിക്കുക, പുതിയ ആകർഷണപരമായിട്ടുള്ള നേട്ടങ്ങളെപ്പറ്റി ചിന്തിക്കുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത ഉണ്ടാവുക, കുടുംബത്തിൽ സമാധാനം സന്തോഷം ഉണ്ടാവുക, കുടുംബക്കാരുമായിട്ട് അടുത്തുകൂടി സന്തോഷപരമായിട്ട് കഴിയുക, ബന്ധുമിത്രാദികളായിട്ടുള്ള സഹകരണം ഉണ്ടാവുക, സഹോദരമായിട്ടുള്ള ഐക്യത ഉണ്ടാവുക, ജനങ്ങളുമായിട്ട് ഐക്യത ഉണ്ടാവുക, രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം മേൽക്കോയ്മയുണ്ടാവും, അതുപോലെ സ്ഥാനമാന പദവികളുണ്ടാവും, സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഗുണമേന്മയും ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് കാണുന്നത്. അതുപോലെ തന്നെ വാഹന വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്കും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തിക്കുന്നവരും ഹൈടെക് ടെക്നോളജി സംബന്ധമായിട്ടുള്ള പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണദോഷ മിശ്ര ഫലമാണ് കാണുന്നത്. ഗുണവും ദോഷവും അടങ്ങിയ ഒരു ഫലമാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ബുദ്ധിപൂർവ്വവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറഞ്ഞ് ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം സ്ഥാനഭ്രംശം ആവശ്യമാണെങ്കിൽ സ്ഥാനഭ്രംശത്തിനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗ കയറ്റം, അതുപോലെ പ്രമോഷൻ എന്നിവയെല്ലാം കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി എന്നീ മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യത ഉണ്ട്. അതിലവർ എത്തേണ്ടയിടത്ത് എത്തുകയും അതിൽ നിന്നും അവർക്കത് ഉത്സാഹപരമായിട്ടുള്ള ജോലിയെല്ലാം പൂർത്തീകരിക്കുവാനുള്ള സാധ്യതയും, പുതിയ ഗവേഷണത്തിൽ ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മരുന്നുകളെല്ലാം കണ്ടുപിടിക്കാനുള്ള സാധ്യതയും, പുതിയ രോഗത്തെ പറ്റിയുള്ള പുതിയ രോഗങ്ങളെ പറ്റിയിട്ടുള്ള പരീക്ഷണങ്ങളും അതുപോലെ തന്നെ അതിനെ പറ്റിയിട്ടുള്ള ചികിത്സകളും അതിനെ പറ്റിയിട്ടുള്ള മരുന്നുകളും കണ്ടുപിടിക്കുന്നതിൽ പുരോഗമനം ഉണ്ടാകുമെന്ന് പറയുന്നത്. ഗവേഷണ രംഗത്ത് സയൻസ് സംബന്ധമായിട്ടുള്ള ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഹൈടെക് സംബന്ധമായിട്ടുള്ള വിജയങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന സ്ഥാനം എന്താണോ അതിൽ എത്തിപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. വിപുലീകരിച്ച് ബന്ധിക്കുന്നതെല്ലാം കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്കും റെയിൽവേ സംബന്ധമായിട്ടുള്ള ഇത് ചെയ്യുന്നവർക്കെല്ലാം ഗുണമേന്മയും ഉണ്ടാവും. അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഗവേഷണ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം പൂർത്തിയായി വിവാഹത്തിൽ വന്ന് കലാശിക്കുവാനും, സന്താനങ്ങളെ പറ്റി ചിന്തിക്കുന്നവർക്കെല്ലാം സന്താന യോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും എല്ലാം രേവതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ വിഷുഫലത്തിൽ ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഗുണമേന്മ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനും, പ്രശസ്തി കിട്ടുവാനും, അംഗീകാരം കിട്ടുവാനും, മെഡലുകൾ കിട്ടുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഷിപ്പ് യാർഡ്, ജലസംബന്ധമായിട്ടുള്ള ജലവാഹനത്തിൽ പ്രവർത്തിക്കുന്നവരും ജലത്തിൽ ജോലി ചെയ്യുന്നവർക്കും, അതായത് മീൻപിടുത്തക്കാർ ഉൾപ്പെടെ ഷിപ്പ് യാർഡ്, കപ്പൽ അങ്ങനെയുള്ള എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് പറയുന്നത്. അതുപോലെ തന്നെ എയർപോർട്ട് സംബന്ധമായിട്ടുള്ള എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വിമാനത്തിൽ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളും വരുമാന മാർഗങ്ങളും ഉണ്ടാവും. അതിൽ പുതിയ ജോലികളെല്ലാം തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട്. കമ്പ്യൂട്ടർ മേഖല, ലാപ്ടോപ്പ് മേഖല, മൊബൈൽ ഷോപ്പ് അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളാണ് കാണുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രേവതി നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അവരുടെ വരവ് ചെലവുകൾ നോക്കുകയാണെങ്കിൽ 14 വരവും 8 ചെലവുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വരുമാന മാർഗമാണ്. വരുമാനം കൂടുതലും ചെലവ് കുറവാണ്. അത് അങ്ങനെ തന്നെയാണ് വരേണ്ടത്.
അപ്പോൾ അത് അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. അത് കാരണം കൊണ്ട് അവർക്ക് മിച്ചം വയ്ക്കുവാനുള്ള, സമ്പാദ്യത്തിൽ മിച്ചം വെച്ച് വരുവാനുള്ള സാധ്യത കൂടുതൽ കണ്ട് കടബാധിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം അത് മീട്ടി വരുവാനുള്ള സാധ്യതയും അതിനെ തടഞ്ഞിർത്താനുള്ള സാധ്യതയും എല്ലാം ഉണ്ട്. ജപ്തി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാങ്ക് സംബന്ധമായിട്ടുള്ള ജപ്തി നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനവും സമാധാനം കിട്ടുവാനുള്ള സാധ്യതകളും അതിൽ നിന്നും വേർവിട്ട ഒരു ലെവലുകളിൽ വന്നു ചേരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതിനെ പരിരക്ഷിക്കാൻ വേണ്ടി സഹായത്തിനായിട്ട് ആരെങ്കിലുമൊക്കെ എത്തും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളും ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർക്ക് വിഷുഫലം വരുന്നത്. ഗുണദോഷ മിശ്രത്തിൽ കുറച്ച് ഗുണം തന്നെയാണ് കാണുന്നത്. നമസ്കാരം.